നമസ്കാരം. ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, ഇതേ വീടിൻ്റെ മേളിൽ കണ്ടാ. ഇതേ ഇവിടെ ബാക്കിൽ ഞങ്ങൾക്ക് കറങ്ങുന്ന ഫാനൊക്കെ വെച്ചിട്ടുണ്ട് ചൂട് കുറയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരുമാതിരിപ്പെട്ട 90% ആൾക്കാരുടെയും വീട്ടിൽ ഇതേപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ PVCയുടെ എന്തിൻ്റെ ആണെങ്കിലും ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാവും. ഈ വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാട്ടർ ടാങ്ക് ആണ് എന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു വാട്ടർ ടാങ്ക് ഇതിപ്പോൾ 1000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കാണ്. ഈ ഒരു വാട്ടർ ടാങ്കിൻ്റെ ഉൾഭാഗം ഞാനിപ്പോൾ കാണിക്കാം. ഇതിപ്പോൾ തെങ്ങിൻ്റെ ഓലയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇവിടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ടാങ്ക് ഞാൻ തുറന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, എന്താണ് കളർ കണ്ടോ? നോക്ക്, കളർ കണ്ടോ? ഈ കളർ കണ്ടോ? ഈ കളർ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ തൊട്ട് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് ഇത് കണ്ട, ഈ ഇളകുന്ന കണ്ടോ? ഇത് ഈ മിക്കവാറും നമ്മുടെ മിക്ക ആളുകളുടെ വാട്ടർ ടാങ്കിൻ്റെ ഒരു പ്രശ്നമാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. ചിലപ്പോൾ വെള്ളത്തിന് കളർ മാറാൻ സാധ്യതയില്ല, ചിലരുടെ വെള്ളത്തിനും കളർ മാറാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അത് ഇവിടേക്ക് ഇപ്പോൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത് കണ്ടോ മാറ്റം കണ്ടോ? ചെളി പോലെ കണ്ടോ? എന്താ സംഭവം? പലരുടെയും സ്ഥലങ്ങളിൽ വെള്ളത്തിന് അയൺ കണ്ടൻറ്റിൻ്റെ പ്രശ്നവും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വാട്ടർ ടാങ്കിലിരിക്കും. ഈ ഒരു വാട്ടർ ടാങ്ക് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലേ, ഈ ഒരു വാട്ടർ ടാങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനകത്ത് ഇറങ്ങി ക്ലീൻ ചെയ്യണോ? പല ടെക്നിക്കുകൾ പല ആൾക്കാർ ഇത്തരത്തിലുള്ള വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് വെള്ളം പൂർണ്ണമായിട്ട് കളയണമെങ്കിൽ ഇത് മറച്ചിട്ടാൽ മാത്രമേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് തോണ്ടി വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യാനുള്ള ഓസ് ഇടണം. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊന്ന് കഴുകണമെങ്കിൽ ഒരാളെ കൂലിക്ക് വെക്കണമെങ്കിൽ ഒരു ദിവസത്തെ ചിലവ് 1000 രൂപ കൊടുക്കേണ്ടി വരും. പിന്നെ അതല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കേണ്ടി വരും. അത്യാവശ്യം നല്ലൊരു ടാസ്ക്കാണ്. അപ്പോൾ ഗോവയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്ന് ഒരു അവാർഡ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. ഇന്നിപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ ദിവസം ഈബിൾജറ്റൊക്കെ വന്നിട്ട് പോയി. അപ്പോൾ ഞാനിനി അടുത്ത യാത്രകൾ വീണ്ടും തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്ടർ ടാങ്ക് ഞങ്ങൾ മാറ്റാൻ പോവാണ്. ഇതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാനിവിടെ താഴെ ഒരു വാട്ടർ ടാങ്ക് കൊണ്ട് വെച്ചിരിക്കുന്നത് നിങ്ങളെ കാണിച്ചായിരുന്നു. ആ വാട്ടർ ടാങ്കാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ആണ്. ആ ഒരു വാട്ടർ ടാങ്കിൻ്റെ കമ്പനി എന്നെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കിനും അത് നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പലതരത്തിലുള്ള വാട്ടർ ടാങ്കുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഈ സാധനം മാറ്റിയിട്ട് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരാൾക്ക് ജസ്റ്റ് കേവലം ഒരു പൈപ്പ് തിരിക്കുന്ന പോലെ ഒരു പൈപ്പ് തിരിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ ടാങ്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അത് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചിലവ് വരും എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത് ഈ കാണുന്ന ഭാഗത്താണ്. ഇനിയിപ്പോൾ ഞാൻ ഇത് കണ്ട ഇത് ഇറങ്ങണം. ഇവിടെ നിന്ന് ഞാനിപ്പോൾ താഴേക്ക് ഇറങ്ങണം. താഴേക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ആൾക്കാർ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വരും. ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ട് ഈ പൊക്കത്തൊന്ന് ഈ വാട്ടർ ടാങ്ക് എങ്ങനെ അവർ താഴേക്ക് ഇറക്കും, പുതിയ വാട്ടർ ടാങ്ക് എങ്ങനെ മേളിലേക്ക് കയറ്റും എന്നൊക്കെ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ ലൈൻ കമ്പിയുണ്ട്, പിന്നെ ഇത് ഷീറ്റാണ്, വേറെ ഇത് പൊക്കിക്കൊണ്ടുവരാൻ ഇതിനകത്തൂടെ കയറ്റാനുള്ള സ്ഥലമില്ല. ഇതിപ്പോൾ അവരെങ്ങനെ കയറ് കെട്ടി ഇറക്കുമോ, കയറ് കെട്ടി കയറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിവേ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇത് നമ്മുടെ ഗൂസ്ബെറിയുടെ ടീഷർട്ടാണ് കേട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. 500-600 റേഞ്ചിലൊക്കെ ഈ ഒരു നല്ലൊരു ടീഷർട്ട് കിട്ടും. ടെക് ട്രാവലിറ്റ് എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരു 20% ഡിസ്കൗണ്ട് അഡീഷണൽ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാം. വാട്ടർ ടാങ്ക് ഊരി മാറ്റാനായിട്ട് അതിനകത്തെ വെള്ളം കംപ്ലീറ്റ് ഇപ്പോൾ തുറന്ന് വിട്ടിരിക്കുകയാണ്. അത് ഇത്തരത്തിലിവിടെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അവർ ഇതുപോലത്തെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ കയറ്റി ആണ് വെക്കാൻ പോകുന്നത് തോന്നുന്നു. ഇതാണ് നമ്മുടെ പുതിയ വാട്ടർ ടാങ്ക്. ഇതിൻ്റെ മേളിൽ കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ കയറ്റണം. കയറ് കെട്ടി നമ്മുടെ ടാങ്ക്, പഴയ ടാങ്ക് ഇത് താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് ചെളിവെള്ളം ഞാൻ രാവിലെ കയറി കണ്ടായിരുന്നു. എൻ്റെ പൊന്നെ കണ്ടാ, അതെ ആ ചെളി വെള്ളം അതിനകത്ത്, ചെളിയല്ല ആക്ച്വലി അയൺ കണ്ടൻ്റ് ആയിരിക്കും മെയിനായിട്ട്. ആ ചെളി വെള്ളം അതിൽ നിന്ന് ഇപ്പോൾ താഴെ പോയാണ്ട. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാങ്ക് നമ്മൾ താഴെ ഇറക്കി. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വയ്ക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി HDP എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഇതിപ്പോൾ നമ്മൾ മാറ്റി. ഇതിനകത്ത് ഞാൻ കണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, ഇതിവിടെ ആക്ച്വലി നമ്മളിപ്പോൾ തൊട്ട് പോയി കഴിഞ്ഞാലേ ഇപ്പോൾ ഉണങ്ങി ഇല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. ഉണങ്ങിയുണ്ടോ, കയ്യിലായതുണ്ടോ ആ സംഭവം ഉണ്ടോ? അതാണ് ഇതിനകത്ത് പ്രശ്നം. ആ ഒരു കിണറ്റിലെ വെള്ളം ഉണ്ടെങ്കിൽ മറ്റേ ടാങ്കിനകത്ത് കയറിയാലും ഉണ്ടല്ലോ. അതെ റെഡ് ഓക്സൈഡ് കലക്കിയിട്ട പോലുണ്ട് ആക്ച്വലി. അടിപൊളി. കിണറ്റിലെ ചെളിയാണെങ്കിൽ പോലും, കിണറ്റല്ല ഞങ്ങൾ ബോർവെല്ലാണ്. അല്ല ഞാൻ പറഞ്ഞു കിണറ്റിലെ ചെളിയാണെങ്കിൽ അത് അതിൽ എടുക്കുള്ളൂ, നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ ശരി. മറ്റേന്താ വെച്ച് കഴിഞ്ഞാൽ പല കിണറ്റിലും ഇതുപോലെ ചെളി വരുന്ന കിണറുകളുണ്ട്.
പക്ഷെ അത് ഒറ്റയടിക്ക് നമുക്ക് വാൽവ് തുറന്നതിൽ ക്ലീൻ ആയി കിട്ടും. കിട്ടത്തില്ല. അപ്പോൾ ഇതിനകത്ത് വെള്ളമാണ് നമ്മളിപ്പോൾ എടുത്ത് നമ്മൾ ഈ സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഈ ടാങ്ക് മേളിൽ വെക്കാൻ പോകുന്നത്. അത് എന്തിനാണ് വെക്കുന്നത് എന്നുള്ളത് ഞാൻ ടാങ്ക് മേളിൽ കയറ്റി വെച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആ സ്റ്റീലിൻ്റെ സ്റ്റാൻഡാണ് ഇപ്പോൾ നമ്മൾ കയറ്റുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കയറ് കെട്ടി തന്നെയാണ് കയറ്റാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഞങ്ങളുടെ വീടിൻ്റെ മേളിൽ ഷീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ഇത് കയറ്റാനും പിടിക്കാനും ഒക്കെ. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത്ര ബുദ്ധിമുട്ടായിട്ട് പോലും ഇത് വളരെ സിമ്പിളായിട്ട് ഇവർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കൊള്ളാം, അടിപൊളി. ഇനി നമുക്ക് തന്നെ ഇതിനകത്തൂടെ മേളിൽ പോവാം, എന്നാലും അപ്പോൾ കറക്റ്റ് വ്യക്തമായിട്ട് കാണുള്ളൂ. ഉണ്ടോ? ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മേളിലാണ് ആക്ച്വലി നമ്മൾ ഈ ടാങ്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ആക്ച്വലി ഞങ്ങൾ ഇതിന് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ മേളിൽ കംഫർട്ടബിളായിട്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇവർ ഈ സ്റ്റീലിൻ്റെ പ്ലാറ്റ്ഫോം വീണ്ടും എടുത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലായിരിക്കും ടാങ്ക് വരുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വാട്ടർ പ്രഷർ കൂടുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ടാങ്കിനെക്കാട്ടി വെയിറ്റ് ഉണ്ടാവും അല്ലേ ഇതിന്? ഇല്ലേ? SS ആയതുകൊണ്ട് വെയിറ്റ് കുറവാ. ആണല്ലേ? MS ആണെങ്കിൽ വെയിറ്റ് ഭയങ്കരമായിട്ട് വെയിറ്റ് ഉണ്ടാവും. ശരിയാ, ഓക്കെ. അതെ, SS ആയതുകൊണ്ട് ലൈഫ് ലോങ് ആണ്, തുരുമ്പിക്കത്തില്ല. 304 SS ആണ്, തുരുമ്പിക്കില്ല. ഒരു കാലത്തും തുരുമ്പിക്കില്ല. വെരി ഗുഡ്. ശരിക്കും നമുക്ക് ഇവിടെ ആക്ച്വലി വേണം ഇവിടെ കിഴിച്ചിട്ട് അത് ഇവിടെ വെക്കാൻ പറ്റില്ലായിരുന്നോ? പറ്റത്തില്ല. ഇതിലെ തന്നെ സീറ്റിംഗ് ആവണം. എന്നാലേ കറക്റ്റ് ഇരിക്കുള്ളൂ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഇല്ലാതെ ഇത് വെക്കാൻ പറ്റില്ല. അതാണ് ആ ഒരു സ്റ്റാൻഡ് ഉൾപ്പെടെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. വാട്ടർ ടാങ്ക് മാത്രമല്ല, വാട്ടർ ടാങ്കും പിന്നെ അതിൻ്റെ സ്റ്റാൻഡും. അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മാത്രമേ ഉള്ളൂ, അതോ ഇരുമ്പിൻ്റെ ചെയ്യാൻ പറ്റുമോ? ഇരുമ്പുണ്ട്. ഏത് വേണം ചെയ്യാം, ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെക്കാം, ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഇരുമ്പിൻ്റെ വെക്കാം. ഇരുമ്പിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സാധനം, ഈ GIയുടെ സാധനം അടിപൊളി, അത് കറക്റ്റായി പൊങ്ങി വന്നു. അപ്പോൾ അവർ ആ ടാങ്ക് മുകളിലേക്ക് കയറ്റാൻ പോവുകയാണ്. കണ്ടില്ലേ? ഇത്രയും ഭാഗത്ത് കയറ്റി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും മേപ്പോട്ട് കയറ് കെട്ടിയാണ് കയറ്റാൻ പോകുന്നത്. കണ്ടോ? ടാങ്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നേരം ഇരുട്ടി. പിന്നെ അന്നാണ് ഈബിൾ ജെറ്റ് വന്നത്. ഈബിൾ ജെറ്റ് വന്നിട്ട് പിന്നെ അതിൻ്റെ പുറകിലായി ഞാൻ. ടാങ്ക് കംപ്ലീറ്റ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ വളരെ മനോഹരമായിട്ട് അവർ ഫിറ്റ് ചെയ്തു. ഫിറ്റ് ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് ഒരു പൈപ്പ് കണക്ഷൻ താഴേക്ക് എടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടില്ലേ? ഈ ടാങ്ക് ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാണ് ഈ ടാങ്ക് ഇരിക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് ഇരിക്കുന്നത്, ഇത് ഫ്ലാറ്റ് അല്ല. അപ്പോൾ ഈ ഒരു താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ ടാങ്കിലെ വെള്ളം പൂർണ്ണമായിട്ട് നമുക്കെടുത്ത് താഴേക്ക് ഒഴുക്കി കളയാം. ഇവിടെ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്, താഴെയും ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ടാങ്കിലെ വെള്ളം കളയാണ്ട് ഇതിൻ്റെ മേളിലേക്ക് വലിഞ്ഞു കയറേണ്ട ആവശ്യമില്ല. ഇത് ഒരിക്കൽ തുറന്ന് തന്നെ വെച്ചാൽ മതി. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് അടച്ചു വെച്ചാൽ മതി. വെറുതെ താഴെ നിന്നിട്ട് എനിക്ക് ഈ ടാങ്ക്, അതായത് എനിക്ക് ടാങ്കിൻ്റെ അടുത്തേക്ക് കയറുക പോലും വേണ്ട, ജസ്റ്റ് താഴെ നിന്നുകൊണ്ട് എനിക്ക് ഈ ടാങ്ക് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ടാങ്കിൻ്റെ പ്രത്യേകത. നമ്മൾ സാധാരണ രീതിയിൽ ഒരു വാട്ടർ ടാങ്കിലേക്ക് വെള്ളം വീഴുന്നത് ഏറ്റവും മുകളിൽ കൂടി, ആ കാണുന്ന ഭാഗത്തു കൂടി ഏറ്റവും മേളിൽ നിന്ന് ടാങ്കിൻ്റെ അകത്തേക്ക് വെള്ളം വീഴുന്ന രീതിയിലാണ് നോർമൽ എല്ലാ വാട്ടർ ടാങ്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ അങ്ങനല്ല, ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇൻലെറ്റ് പൈപ്പിലൂടെ വരുന്ന വെള്ളം കുത്തി വീഴാതെ ഓസിലേറ്റ് ചെയ്ത് ഇതിനകത്ത് നിറയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ അഴുക്കും ഇതിൻ്റെ താഴത്തെ ആ ഒരു ബോട്ടം ഫണൽ ഏരിയയിൽ സെറ്റിലാവുന്നു. പിന്നെ വീട്ടിലേക്കുള്ള ഔട്ട്ലെറ്റ് കണക്ഷൻ കുറച്ച് മുകളിൽ നിന്നും ആയതിനാൽ ടാപ്പുകളോ ഷവറോ ഒന്നും തന്നെ അഴുക്ക് നിറഞ്ഞ് ബ്ലോക്ക് ആവുന്നുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ടാങ്ക് ക്ലീൻ ചെയ്യേണ്ട എപ്പോഴാണെന്ന് അറിയാമോ? നമ്മൾ ഈ ഒരു ടാങ്കിനകത്ത് വെള്ളം നിറച്ച് ഉപയോഗിച്ചതിന് ശേഷം ഇത് വെള്ളം തീരുന്നതിന് മുമ്പ് നമ്മൾ മോട്ടർ അടിക്കുമല്ലോ, ആ മോട്ടർ അടിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വേണം ഈ ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇതിനകത്ത് ആളെ ഇറക്കി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി നമ്മുടെ വാട്ടർ ടാങ്കുകളിലെല്ലാം നമ്മൾ ആളെ ഇറക്കി ക്ലീൻ ചെയ്യണം, പിന്നെ അത് ഭയങ്കര മെനകെട്ട പരിപാടിയാണ്. അപ്പോൾ ഇതിനകത്ത് ആളെ ഇറക്കി ക്ലീൻ ചെയ്യേണ്ട, എന്താ പറയുക, ഇതിൻ്റെ മേളിലേക്ക് വലിഞ്ഞു കയറേണ്ട, ജസ്റ്റ് വീടിന് താഴെ നിന്നിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മോട്ടർ അടിക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കൂടി ഇതിൻ്റെ ആ ഒരു ചെളി വെള്ളം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് എല്ലാ ചെളികളും അടക്കം ഇതിനകത്തൂടെ നേരെ താഴേക്ക് പോയി അവിടെ താഴേക്ക് വീഴും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആ വെള്ളം നമുക്ക് കൃഷി ആവശ്യത്തിനോ ചെടി നനയ്ക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു 2-3 ആഴ്ചക്കിടയിൽ ഒരു സമയത്ത് നമുക്ക് വളരെ അനായാസം ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഈ വന്നിരിക്കുന്ന സ്റ്റാൻഡ് കണ്ടില്ലേ, ഇതിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റാൻഡാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 4 അടി ഉയരമുള്ള സ്റ്റാൻഡാണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെ 2 അടി ഉയരത്തിലോ കിട്ടും, 6 അടി ഉയരത്തിലെ സ്റ്റാൻഡും കിട്ടും. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലും അതേപോലെ
അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സാധാരണ ഇരുമ്പിൻ്റെ MS-ൻ്റെ സ്റ്റാൻഡും നമുക്ക് ഇതിനകത്ത് ലഭിക്കും. അപ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റാൻഡിനാണ് അത്യാവശ്യം കോസ്റ്റ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇരുമ്പിൻ്റെ സ്റ്റാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കോസ്റ്റ് വീണ്ടും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുമ്പോഴത്തേക്കിന് തുരുമ്പിക്കില്ല എന്നുള്ളൊരു ഉപകാരമുണ്ട്. പിന്നെ ഇത് ചൂട് പിടിക്കത്തില്ല. ഈ ടാങ്ക് ഇപ്പോൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ടാങ്കിൽ ഒരു തുള്ളി ചൂട് പോലും ഇല്ല എന്നുള്ളതാണ് ഈ ടാങ്കിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ ഉയരം കൂട്ടും തോറും നമ്മുടെ മുകളിലത്തെ നിലയുള്ള ആൾക്കാർക്ക് അല്ല താഴത്തെ നിലയാണെങ്കിലും നമുക്ക് ആ വാട്ടർ പ്രഷറിൽ വ്യത്യാസം വരും. വാട്ടർ പ്രഷർ കൂടും. വാട്ടർ ടാങ്കിൻ്റെ ഉയരം കൂടുന്തോറും വാട്ടർ പ്രഷർ കൂടും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് കേട്ടോ. 100% ഫുഡ് ഗ്രേഡ് HDP മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഈ ടാങ്കിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ പരിശുദ്ധി നിലനിർത്താൻ സാധിക്കുമെന്ന് കമ്പനി പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 3 ലെയർ ബോഡി സ്ട്രക്ചർ ആയതിനാൽ ഇതിനകത്ത് വെള്ളം ഒരിക്കലും ചൂടാകുന്നില്ല. അതും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സാധാരണ നമ്മൾ വാട്ടർ ടാങ്കിലെ വെള്ളം ചൂടാകുന്നത് നമുക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് വെള്ളം ചൂടാകുന്നില്ല. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഈ ടാങ്കിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ഡബിൾ ലെയർ അടപ്പും അതേപോലെ തന്നെ ഇൻലെറ്റ് കണക്ഷൻ ഒരു ടാങ്ക് കണക്ടറും നൽകിയിരിക്കുന്നതിനാൽ ഇതിനകത്ത് സൂര്യപ്രകാശം പൂർണ്ണമായിട്ടും തടയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻറ്റി ആൽഗെ ആൻറ്റി ബാക്ടീരിയൽ സംരക്ഷണമൊക്കെ നമുക്ക് ഈ വാട്ടർ ടാങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഭിക്കും. പിന്നെ കേരളത്തിലെ ആദ്യത്തെ ബ്ലോ മോൾഡിംഗ് വാട്ടർ ടാങ്ക് കമ്പനിയാണ് സെൽസർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ബ്ലോ മോൾഡിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ക്യാപ്സ്യൂൾ ടൈപ്പ് സ്ക്വയർ ടൈപ്പ് വാട്ടർ ടാങ്കുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് സെൽസർ. ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് കിണർ വെള്ളം അശുദ്ധമാകാതെ ഉപയോഗിക്കാവുന്ന ഒരു അൺബ്രേക്കബിൾ സെപ്റ്റിക് ടാങ്കുകളും ഇവരുടെ കമ്പനി നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2 അടി നീളത്തിലുള്ള എന്താ പറയുക ഇരുമ്പിൻ്റെ സ്റ്റാൻഡ് ആണെന്നുണ്ടെങ്കിൽ 16,000 രൂപയും പിന്നെ അതേപോലെ തന്നെ 2 അടി നീളത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ 19,000 രൂപയാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്നത് 4 അടി ഉയരത്തിലുള്ള സ്റ്റാൻഡാണ്. 4 അടി ഉയരത്തിലുള്ള സ്റ്റാൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 21,750 രൂപയാണ്. ടാങ്കും സ്റ്റാൻഡും എല്ലാം അടക്കമാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് തന്നെ ഇരുമ്പിൻ്റെ ആണ് ഞാൻ വെക്കുന്നത് എന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 18,500 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഇരുമ്പാണോ സ്റ്റെയിൻലെസ് സ്റ്റീലാണോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ കേരളത്തിലുടനീളം ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഏകദേശം 2000-ഓളം ഡീലേഴ്സ് ഈ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഷോപ്പുകൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇനി അതുമല്ല നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, അല്ലെങ്കിൽ ഇവരുമായിട്ട് ബിസിനസ് കൊളാബറേഷൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും എന്ത് അറിയണമെന്നുണ്ടെങ്കിലും ഞാൻ 2 മൊബൈൽ നമ്പറുകൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഇനി ഞാനിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. താഴേക്ക് ഇറങ്ങി പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ടാങ്കിനുള്ളിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ ടാങ്കിനുള്ളിൽ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷ് ചെയ്യാനോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ കയറാനായിട്ട് ഇവിടെ ഒരു ഏണിയും കൂടെ ഇവർ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു സെറ്റായിട്ടാണ് വരുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. അവിടെയുള്ള ടാങ്കിൻ്റെ മേളിൽ നിന്ന് ഞങ്ങളിങ്ങനെ പൈപ്പ് എടുത്തിട്ട് ആ ഒരു പൈപ്പ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. ഈ വാൽവിൽ നിന്നും ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് വളരെ സിമ്പിൾ. വെള്ളം പോകുന്നുണ്ടോ? ഇത്ര സിമ്പിളാന്ന് നോക്കിയാൽ ടാങ്കിൽ നിന്നുള്ള വെള്ളം പോകുന്നുണ്ടോ? ഇത് ആക്ച്വലി ഇപ്പോൾ ടാങ്ക് ഫുള്ളാണ്. ഞാൻ അടച്ചേക്കാം. ടാങ്ക് ഫുള്ളാണ്, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം പോകുന്നത്. ടാങ്ക് നിറഞ്ഞിരിക്കുന്ന സമയത്ത്, അതായത് തീരാറാവുന്ന സമയത്ത് വേണം ഇത് ക്ലീനിങ് പ്രോസസ്സ് ചെയ്യാനായിട്ട്. താഴേന്നാണ് വെള്ളം പൊങ്ങി മേളിലേക്ക് വരുന്നത്. മറ്റേ ഞാൻ പറഞ്ഞ പോലെ തന്നെ മേളിൽ താഴെ വീഴല്ല, താഴെ വീണ് താഴെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നതുകൊണ്ട് അത് കംപ്ലീറ്റ് ക്ലീൻ ആയിട്ട് കിടന്നോളും, ചെളി അടിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി അഡ്വാൻറ്റേജസ് ഈ ഒരു പ്രോഡക്റ്റിനുണ്ട്. വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇൻഫർമേറ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതേപോലെ നിങ്ങളുടെ കുടുംബങ്ങളിലെ മറ്റാൾക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിൽ ഒരു വാട്ടർ ടാങ്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അവർക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. നാളെ കാണാൻ പോകുന്നത് നമ്മുടെ വണ്ടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ചില്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ആ ചില്ല് മാറിയിട്ട് നമുക്ക് വണ്ടി കൈ കിട്ടി. പൂർവാധികം ശക്തിയോടുകൂടി നമ്മളുടെ വണ്ടി കൈ കിട്ടി. നമ്മളുടെ യാത്രകളൊക്കെ ആരംഭിക്കുന്നു. അതിന് മുന്നേ ആയിട്ട് ഈ വണ്ടിയിൽ അർജൻറ്റായിട്ട് വെക്കേണ്ട ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ വണ്ടിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അതിനകത്തൊരു പ്രധാനമായിട്ടും ഒരു വളരെ മികച്ച ഒരു ഡാഷ് ക്യാമറ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പ്രൊമോഷനൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നാളെ കാണിക്കാം. ഡാഷ് ക്യാമറ കുറേ തപ്പി നടന്നിട്ടാണ് എനിക്ക് കിട്ടിയത്. നാളെ കാണാം. ബൈ.